ഈ പണി കഴിഞ്ഞ് മടുത്തു വരുന്ന ആളുകൾ വീട്ടിലെത്തിയിട്ട് ഇത്തിരി കഞ്ഞി കുടിച്ചൊന്ന് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഉച്ചയ്ക്കായാലും വൈകിട്ടായാലൊക്കെ പണി കഴിഞ്ഞ് വരുന്നവർ. നമ്മുടെ ശിമയോനും അതുപോലെ പാടത്തുനിന്ന് ഇങ്ങനെ പണി കഴിഞ്ഞ് വരികയാണ്. വന്ന് ഒന്ന് ഇത്തിരി കഞ്ഞിവെള്ളം കുടിച്ച് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വീണ്ടും പോകേണ്ടതാ പാടത്തേക്ക്. അങ്ങനെ റോട്ടിലേക്ക് കയറി വരുമ്പോഴാണ് കുരിശും വഹിച്ചു പോകുന്ന ഈശോയും കൂടെയുള്ള പടയാളികളും അതിലേറെ ആളുകളൊക്കെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ പടയാളികൾ നിർബന്ധിച്ചിട്ട് ഈശോയുടെ കുരിശിനോട് ചേർന്ന് നിന്ന് കുരിശിൻ്റെ ഭാരം വഹിക്കുന്ന ശിമയോനെ കുരിശിൻ്റെ വഴിയിലൊക്കെ കാണുന്നുണ്ട്. നമ്മളൊരു തളർന്നും തകർന്നും പോകുമ്പോഴല്ലേ യഥാർത്ഥത്തിൽ ഈശോ നമുക്ക് ഒരുക്കുന്ന ഓരോ ശിമയോനെയും നമ്മൾ കാണുക. ആളുകളൊക്കെ പല കാര്യത്തിനും ചുറ്റുവട്ടമുണ്ട്. പക്ഷേ ഞാനൊന്ന് തളർന്നു പോകുമ്പോൾ, തകർന്നു പോകുമ്പോൾ എൻ്റെ ചുമടിൻ്റെ ഭാരം ചുമക്കാൻ, ജീവിതത്തിൻ്റെ ഭാരങ്ങളൊന്ന് തോളിലേക്ക് ചേർത്ത് വയ്ക്കാൻ ദൈവം നമുക്ക് ഒരുപാട് വ്യക്തികളെ അനുഗ്രഹിച്ച് നൽകാറുണ്ട്. ഓരോ ശിമയോൻ്റെ കരങ്ങളാണ് നമ്മളെ തളർന്നപ്പോഴും ദൈവം ഉയർത്താൻ നമുക്ക് വേണ്ടി ഒരുക്കിയത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ തളർന്നോ തകർന്നോ പോകുന്ന ജീവിതങ്ങളിലൊക്കെ ആശ്വാസത്തിൻ്റെ കരങ്ങൾ കൊണ്ട് അവർക്ക് ഒരാശ്വാസമേകാൻ ഒരു ശിമയോനെ പോലെയാകാം വെള്ളിയാഴ്ചയ്ക്ക് ഒരുങ്ങുന്ന നമുക്ക് ഓരോരുത്തർക്കും. ദൈവം സമൃദ്ധമായി നമ്മളെ താങ്ങുന്ന കരങ്ങളെയും നമുക്ക് ആശ്വാസം നൽകുന്ന ജീവിതങ്ങളെയും ചേർത്ത് പിടിക്കാം. ദൈവം സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ.